5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയമാകുമ്പോഴേക്ക് ഉലുവായും മൂത്ത് വരും. കറിക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയോ കുറച്ചോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ താല്പര്യമില്ലാത്തവർക്ക് തീരെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് പെട്ടെന്ന് മൂത്ത് വരും. അതുകൊണ്ട് തന്നെ ഒരു 1/2 മിനിറ്റിൽ താഴെ മാത്രമേ ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ശേഷം ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കൊത്തി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 വെണ്ടയ്ക്ക ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ കറി ഉണ്ടാക്കുന്ന മുഴുവൻ സമയവും ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടായിരുന്നു വെച്ചിരുന്നത്. ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയമാകുമ്പോഴേക്ക് വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. വെള്ളം വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം ഈ തക്കാളി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം. തക്കാളിയൊക്കെ ഇവിടെ ഒരുവിധം വെന്ത് ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തൈര് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ ചാറ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇവിടെ 2-3 പേർക്ക് കൂട്ടാനുള്ള കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉപ്പ് ആവശ്യമായതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ മോരുകറിക്കൊക്കെ കടുക് പൊട്ടിക്കുന്നത് പോലെ കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള സമയത്തും സമയമില്ലാത്ത സമയത്തുമൊക്കെ ഇതുപോലെ കറിയൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.